അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പലരിടത്തു നിന്നും കടം വാങ്ങിക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാത്തിടത്തു നിന്നൊക്കെ പൈസ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മളും കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ അങ്ങ് ഒരുപാട് കടത്തിലങ്ങ് വീണു പോകും. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖം അല്ല മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിലരങ്ങനല്ല, ആർഭാടം കാണിക്കാനായിട്ട് പൈസ ചിലവാക്കും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങിച്ചിട്ട് ചിലവാക്കിയിട്ട് ലാസ്റ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകും. അത് നമ്മളിപ്പോൾ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ അത് ആളുകളൊന്നും ആരും കുറ്റം പറയും. പക്ഷേ കടം വാങ്ങിച്ച് വലിയൊരു വീട് വച്ചിട്ട് അതിൽ താമസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കടം കയറി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒരിക്കലും ആർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതൊക്കെ ആഡംബരത്തിന് വേണ്ടി ചിലവാക്കി എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആൾ. അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് അവിടെ ചെല്ലുന്നതാണ്. വീട്ടിൽ നമുക്ക് ഒരു ബന്ധമുണ്ടല്ലോ. അപ്പം ഞാൻ ട്യൂഷന് പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ കയറും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിക്കും. ആ ടീച്ചർ അവിടെ 2 പെൺകുട്ടികളാണുള്ളത്, കൊച്ചുകുട്ടികളാണ്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഇടയ്ക്ക് എന്നെ ഒന്ന് കുറച്ച് നാളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. അപ്പം ഞാൻ എന്താണ് ചോദിച്ചു. അപ്പം പറഞ്ഞു ടീച്ചറെന്നാ വിളിക്കുക. ടീച്ചറെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മൂത്ത ആളുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് പൈസയുടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ 2 ദിവസത്തെ കാര്യമുള്ളൂ, പൈസ ആങ്ങളെ അയച്ചു, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പഠിക്കുന്ന കാര്യമല്ലേ എന്നോർത്തിട്ട് ഞാൻ എൻ്റെ കൈ കിടന്ന് അന്ന് വാങ്ങിച്ചപ്പം തൊട്ട് എൻ്റെ കയ്യിൽ 1 പവൻ്റെ ഒരു ചെയിന് അത് ഇന്നും ഊരാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഞാനങ്ങ് ഊരി കൊടുത്തിട്ട് ഞാൻ അത് 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മളോട് പറഞ്ഞത് അത് സത്യമാണ് 2 ദിവസം എന്നുള്ളത്. കാരണം ടീച്ചറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാവുന്നത്. അത്ര ഇതാണ്, ഇപ്പം തരും പൈസ എന്നുള്ള രീതിയിലാണ്. നമ്മൾ 2 ദിവസത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നേരത്തെ ഞാൻ കൊടുത്തു. വീട്ടിൽ ചെന്നു ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ചതുപോലെ വാങ്ങിക്കണം എന്നൊക്കെ എന്നോട് പറയുകയും ചെയ്ത്. അച്ഛനോ അനിയനൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും വരില്ല. അവരവരുടെ സാധനം അവരവർ സൂക്ഷിക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ നേരത്തെ തൊട്ട് കല്യാണത്തിന് മുമ്പേ ആണെങ്കിലും എൻ്റെ ഗോൾഡൊക്കെ ഞാൻ തന്നെ സേഫായിട്ട് ഇവിടെ വയ്ക്കാൻ പറ്റും അവിടെ വയ്ക്കുക. അല്ല അമ്മ വാങ്ങിച്ചുകൊണ്ട് പോവുക, അമ്മയുടെ കൈ വെച്ചിട്ട് പിന്നെ ആവശ്യമൊന്നും ചോദിച്ചിടുക, അങ്ങനെയൊന്നുമില്ല. എല്ലാം എൻ്റെത് എനിക്ക് സേഫായിട്ട് വയ്ക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ടെന്നുള്ള രീതിയിൽ തന്നേക്കാണ്. അപ്പം ഞാൻ കൊടുത്തു. അതിന് ശേഷം പറഞ്ഞ ദിവസം നമ്മൾ വലിയ കാര്യത്താണ് ഇപ്പം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ചെന്നു. കിട്ടിയില്ല. അന്നൊരു കഥ പറഞ്ഞു. പിന്നൊരു ദിവസം പറഞ്ഞു നമ്മൾ അന്നും ചെന്നു, കിട്ടുന്നില്ല. അങ്ങനെ കുറേ നാൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നടന്നിട്ട് ഒരു രക്ഷയില്ല. കുറേ നാൾ പിന്നെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു ടീച്ചറിൻ്റെ അടുത്ത്. കാരണം ഇത് നിസ്സാര പൈസയുടെ സാധനം. 1 പവൻ അന്ന് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് 10-20,000 രൂപയ്ക്ക് അടുത്തെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു വില. അപ്പം എനിക്കങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ഞാൻ പറഞ്ഞു എന്നെ പറ്റിക്കാനായിട്ടായിരുന്നോ ഉദ്ദേശം എന്ന രീതിയിൽ ഞാൻ ചോദിച്ചു. അല്ല. അപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ടും മാനസികമായിട്ടും അങ്ങ് തകരുന്ന രീതിയിലാണ്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇത്തരത്തിൽ നമ്മൾ സങ്കടം ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല, ഈ സങ്കടം കേട്ടിട്ട് ഉള്ളത് ആവട്ടെ എന്ന് കരുതി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വെച്ചേക്കുന്നതൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് സഹായിക്കാറുണ്ട്. പക്ഷേ ഈ വാങ്ങിക്കുന്നവർ കറക്റ്റായിട്ട് കൊടുക്കാറില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. അവർക്ക് ഈ ചിലപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടുള്ള കളിയായിരിക്കും. പ്രത്യേകിച്ച് വരുമാനമൊന്നും കാണില്ല. ഈ വരുമാനം ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ കടം കയറുന്നത് മുഴുവൻ. കാരണം ജോലിക്ക് അനുസരിച്ചുള്ള കൂലി കിട്ടും, ആ കൂലിക്കനുസരിച്ച് ജീവിക്കില്ല. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ച് ഓരോരോ കാര്യങ്ങളങ്ങ് നടത്തും. അത് ഏറ്റവും വലിയൊരു അപകടമായി മാറും. പിന്നെ ഒരാളുടെ നിന്ന് വാങ്ങിച്ച് മറ്റൊരാളുടെ കൊടുക്കും, വേറൊരാളെ വാങ്ങിച്ച് ഇവിടെ കൊടുക്കും. അങ്ങനെ ഈ റൊട്ടേഷൻ പോലെ ഇങ്ങനെ നടക്കും. ലാസ്റ്റ് എങ്ങും കിട്ടാത്ത അവസ്ഥ വരും.
അല്ലെങ്കിൽ പിന്നെ ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ ആ കറക്റ്റ് ദിവസം കൊടുക്കാനുള്ള ഇത് വേണം. അത് കൊടുക്കാൻ പറ്റാതെ വരും, പിന്നെ ആ വിശ്വാസം നഷ്ടപ്പെടും, പിന്നോട്ട് കിട്ടത്തുമില്ല. അപ്പം അതങ്ങനെ കഴിഞ്ഞ് കുറേ ദിവസം അങ്ങനെ എനിക്കൊന്ന് 1 മാസമെങ്കിലും അങ്ങ് പിടിച്ചിട്ടുണ്ടെന്ന്, അതിലും കൂടുതലായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. വീട്ടിൽ അമ്മ ചോദിക്കും ഞാൻ പറഞ്ഞ അമ്മ എങ്ങനെയാണ്. അപ്പോൾ അമ്മയ്ക്കും ഒരു ചെറിയ ടെൻഷൻ, കാരണം നമ്മൾ വീട്ടിലെ അച്ഛനോടോ എന്നോട് പറയാതാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. സത്യം നമുക്ക് ആ ഒരു വിശ്വാസം, ഒരു കുട്ടിയുടെ ഭാവിയാണല്ലോ 2 ദിവസം എന്നുള്ള രീതിയിൽ അല്ല. അപ്പം പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് എടുത്ത് തന്നു. പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല ഒരു കാര്യം ചോദിക്കാൻ ഒന്നിനും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വള വാങ്ങിച്ചു, 1 പവൻ്റെ ഒരു വള വാങ്ങിച്ചു. അത് ഞാൻ തന്നെ ഞാനും അമ്മയുടെ അനിയത്തിയും കൂടെ പോയിട്ട് നമ്മുടെ ഒരു ഫേമസ് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട്, എനിക്ക് എൻ്റെ കയ്യെ സംബന്ധിച്ച് ഇത്തിരി വലുതാണ്. പിന്നെ ഞാൻ ഓർത്ത് അമ്മയ്ക്ക് ഇടാവല്ലോ എവിടെയെങ്കിലും പോകുമ്പോഴെന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. അതെല്ലാവർക്കും ആ വള ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഒരു ഡിസൈനാണ്. ഈയിടെ വരെ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ. അത് കൂടുതലും അമ്മ തന്നെയാണ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ഈ ചെറിയ രീതിയിലുള്ളതൊക്കെ ഇടുന്നത്. അത് ഇച്ചിരി വലിയ ടൈപ്പായിരുന്നു. വെച്ചാൽ ഭയങ്കര ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന വലിയ വളയെന്നല്ല, ഇത്തിരി വീതി ഉണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല 1 പവൻ ഇത്തിരി മുകളിൽ അങ്ങനത്തെ ഒരു വളയായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ 1-2 തവണ അങ്ങോട്ട് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ, പുത്തൻ. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഈ ടീച്ചർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് എന്താ നമ്മൾ പതിവില്ല നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ വരുമ്പോഴത്തേക്ക് ഇവിടെ അപ്പം വേറൊരു വീട്ടിൽ വന്നതാണ്. അവിടെ വന്നപ്പോഴത്തേക്കും എന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, അതുകൊണ്ടൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം, അമ്മയുണ്ട്, അങ്ങനെ സംസാരിച്ചു. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് മറ്റന്നാളൊരു കല്യാണമുണ്ട്. അവരുടെ സ്വന്തം ആരുടെ പേര് പറഞ്ഞു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് ഇടാനായിട്ട് കമ്മലും മാലയൊക്കെ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷെ അവരവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് പോകും. അതുപോലത്തെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും എന്തൊക്കെ വെച്ച് ഇവിടെ വല്ലതും ഉണ്ടോ നമുക്ക് ഇട്ടുകൊണ്ട് പോയിട്ട് നാളെ വരുമ്പോഴത്തേക്കും ട്യൂഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കും വാങ്ങിച്ചു. ഞാൻ നിന്ന് പേടിക്കുക, എന്തോ പറയണമെന്നറിയത്തില്ല. അമ്മയ്ക്ക് പക്ഷേ ഇതവർ പറയുന്നല്ലോ സത്യമാണ്, അന്ന് കുറേ നാളായാലും എടുത്തു തന്നല്ലോ, ഇത് പണയം വയ്ക്കാനൊന്നും അല്ലല്ലോ, ഒരാൾക്ക് ഇടാനാണല്ലോ ചോദിച്ചേക്കുന്നത് എന്ന് കരുതിയിട്ട് അമ്മ പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെയും കമ്മലൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കമ്മലും ഈ പുതിയ വളയും കൂടെ ടീച്ചറിന് കൊടുത്തു. ടീച്ചർ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ വളയം കയ്യിലിട്ട് ടീച്ചറിൻ്റെ കാതിൽ കിടന്നത് വരവോ മറ്റോ ആണ്, അത് ഊരിയിട്ട് എൻ്റെ കമ്മലും ഒക്കെ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊന്ന് സൈക്കിളുണ്ട്. അപ്പം കുറച്ച് ദൂരം വരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മോശം റോഡാണ്. അവിടം വരെ ഞാൻ എൻ്റെ പുറയിൽ ഇരുത്തി ടീച്ചറിനെ അവിടം വരെ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു. നമ്മളപ്പോഴൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ച് നാൾ, ആ ഒരു സ്നേഹം കാര്യം അവിടം വരെ കൊണ്ടുവന്ന് വിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുകയും ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ആ വഴി ചെന്നു. അപ്പം പറഞ്ഞു, അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു, അവരുടെ കയ്യിലില്ല. അവിടെ ഞാൻ ചെന്നപ്പം എനിക്ക് തോന്നുന്നു ഈ ടീച്ചർ അവിടെ ഇല്ല, അപ്പം പിള്ളേരേ ഉള്ളൂ. ഞാൻ ടീച്ചറിന് എവിടെയോ പോയേക്കുവാണ്, വന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങ് പോന്നു. പിറ്റേ ദിവസം ചെന്നു. ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അലമാരി, അപ്പം ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു അലമാരി വെച്ച് പൂട്ടിയേക്കുക, ഞാനവിടെ ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കിടന്ന് താക്കോൽ നോക്കി. പറഞ്ഞു താക്കോൽ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അത് ഇന്നെടുത്താന്ന് പറഞ്ഞിട്ട് ഇവർ കിടന്ന് ഉരുളപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചിട്ടാണ് വീണ്ടും എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ താക്കോലില്ല എന്നുള്ള രീതിയിൽ അപ്പം ജോലിക്ക് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞങ്ങളുടെ വീട്ടിലൊരു വലിയ താക്കോൽ കൂട്ടമുണ്ട്. അതിൽ മിക്കവാറും എല്ലാം, കാരണം ഈ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ളൂ. അപ്പോൾ കുറേ അധികം താക്കോലുണ്ട്. ഞാനപ്പോൾ ആ അലമാരിയിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അനുസരിച്ചുള്ളൊരു താക്കോൽ വീട്ടിലെന്തായാലും കാണും. അത് ഒത്തിരി താക്കോലുണ്ട്. അപ്പം ഞാൻ അത് കടയിൽ ഈ സാധനം ഓരോന്നിനും പൂട്ടിൻ്റെ ഒക്കെ ചേർത്തുള്ള ഒന്നിച്ച് ഇട്ടിരിക്കുകയാണ് ചാച്ചൻ. അപ്പം ഞാനതെന്ത് തൊടുന്നറിയോ,
അത് പിറ്റേ ദിവസം ട്യൂഷന് പോയപ്പോൾ ഞാൻ അതും കൂടെ കയ്യിലെടുത്ത് എന്നിട്ട് തിരിച്ച് വരാൻ നേരത്തെ ഇവരുടെ വീട്ടിൽ കയറിയിട്ട് അപ്പോഴും അവരോടില്ല. ഞാൻ പിന്നെ അപ്പം പറഞ്ഞ അലമാരിയിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ താക്കോലോട്ടാണ് വന്നേക്കുന്നത്, ഇതിലേതെങ്കിലും എന്തായാലും തുറക്കാൻ പറ്റും എന്ന് ഉറപ്പാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് അതിൻ്റെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഏതായാലും ഒരു താക്കോൽ അതിന് യോജിച്ചതായിരുന്നു. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും യോജിച്ചതായിരുന്നു. അലമാരി തുറന്നു, പക്ഷേ അവിടെ മൊത്തവും തപ്പിയിട്ടും സാധനമില്ല. എനിക്ക് മനസ്സിലായി ഇത് വീണ്ടും എന്നെ പറ്റിച്ചിട്ടുണ്ട്, മറ്റാർക്കോ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോയി പണയം വയ്ക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്, തിരിച്ചു മറിച്ചതാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ചെന്നു. അപ്പം വീട്ടിലാരും ഇല്ല, വാതിൽക്ക് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ വെച്ചാൽ എന്താ, ഞാൻ പറഞ്ഞ ടീച്ചർ. അപ്പോൾ ഇവർ ദേഷ്യപ്പെടുകയാണ്. ടീച്ചറോ? അവർ ടീച്ചറാണോ? എന്താ ഇവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇടാനാന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ രാവിലെ വന്ന് എൻ്റെ കയ്യിൽ എൻ്റെ മാലയും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത്രയും ദിവസമായി, എന്നിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഇന്നിത് മേടിച്ചുകൊണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു അമ്മ ഇവിടെ ഇരിക്കുക. ഞാൻ എൻ്റെ ദൈവമേ, ഒരു 1.5 പവൻ്റെ സാധനമാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഞാനങ്ങ് ഡിമ്മായിപ്പോയി. അപ്പോൾ ഇവരിങ്ങനെ ടീച്ചറിനെ ഓരോന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടായിരിക്കാം. എന്നിട്ട് ചോദിച്ചു കൊച്ചിൻ്റെ ഒന്നും വല്ല വാങ്ങിച്ചോ? അവൾ അങ്ങനെയാണ്, അവൾ ലോകം മുഴുവൻ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ നിന്ന് വാങ്ങിച്ചിട്ട് പറ്റിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ദൈവമേ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാനിങ്ങ് പോന്നു, അവരവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇത് നടക്കുകയാണ്. ടീച്ചറിൻ്റെ മോള് കണ്ട് എന്തോ കാവടി എടുക്കും. അപ്പോൾ അവിടെ സദ്യ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഞാൻ ആ റോഡിൽ നിന്നുകൊണ്ട് ടീച്ചറിനെ അവൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വന്നു, അല്ല ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ടീച്ചറെ എൻ്റെ അടുത്ത് ഇങ്ങനെ അത് കാണിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ അകത്തുണ്ട്. ഞാൻ ചെന്നു, ടീച്ചറെ എന്താ എൻ്റെ സാധനം എന്തേ? ടീച്ചർ അത് പണയം, അത് മോളെ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ അതെടുത്തൊന്ന് പണയം വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ഇങ്ങനെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എൻ്റെ സാധനം എടുത്ത് പണയം വെച്ചു എന്ന് ചോദിച്ചു. അതവർ അത്യാവശ്യം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് തരുന്നത്, എന്നോട് എന്ത് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്, അങ്ങനെ വാങ്ങിച്ച സാധനം ആരോട് ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ടീച്ചറിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവരെ ഒന്ന് സംസാരിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒത്തിരി അങ്ങ് പറയാൻ പറ്റത്തില്ല. എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയണ്ട. അപ്പം കല്യാണം ഒക്കെ തീരുമാനിച്ച് ആ ഒരു ഇതിലെത്തി. അപ്പം നമുക്ക് ആ സ്വർണമെന്ന് പറയുന്നത് അത്ര ഇതല്ലേ, എനിക്ക് ടെൻഷനും എന്താകും എങ്ങനെയാകും എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ദിവസം ചെന്നു, ഇങ്ങനെയാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചു, എനിക്ക് എത്രയും പെട്ടെന്ന് എടുത്തു തരണം. അത് മാസങ്ങളിങ്ങനെ പോവുകയാണ്. അതിനുശേഷം എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ആണ് ഈ സാധനം ആ വള കൊണ്ട് തരുന്നത്. അപ്പോഴും കമ്മൽ പെൻഡിങ്ങാണ്, വള കൊണ്ട് തന്നു. എന്തൊക്കെ പറഞ്ഞു എന്നെ കല്യാണമൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഒന്നും അവർ പറയാൻ പോലും എനിക്ക് തോന്നിയില്ല. അതെന്താണെന്നറിയത്തില്ല, എനിക്ക് പറയാൻ പോലും തോന്നിയില്ല. കാരണം ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതിനുശേഷം പിന്നീട് ഈ കമ്മലുണ്ട്, ഞാനപ്പോൾ അമ്മയ്ക്കറിയാമല്ലോ, വേറെ ആരോടും പറയുന്നില്ല. നമ്മൾ ഒരു സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താണല്ലോ വെക്കുന്നത്. അമ്മ പറഞ്ഞു കമ്മൽ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞ ചില കമ്മലിൻ്റെ കാര്യം. പിന്നെ എനിക്ക് പകരം അമ്മയായിരുന്നു ഇവർ വീട്ടിൽ പോകുന്നത്. അങ്ങനെ 3-4 പ്രാവശ്യം അമ്മ പോവുകയും വരികയും ചെയ്ത് ലാസ്റ്റ് അമ്മ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും കമ്മലെടുത്ത് കൊടുത്തു. അപ്പം ഞാൻ ആലോചിക്കുക, ഇങ്ങനെ നമ്മളെ കുറച്ച് പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു ബഹുമാനത്തിലും ഒരു ഇതിലുമൊക്കെ നമ്മളൊരു മയത്തിലൊക്കെ നിന്നു. ഇതിനപ്പുറം അവരെ എന്തെല്ലാം ഓരോരുത്തർ പറയുന്നുണ്ടായിരിക്കില്ല, അവർക്ക് എവിടെയാണ് യഥാർത്ഥത്തിൽ പിഴച്ചു പോയത് എന്നൊക്കെ ഞാനിങ്ങനെ അറിയാം. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചും ഇതുപോലെ അവർ കുറച്ച് നാൾ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അവിടെയും ചെന്ന് ഇതുപോലെ എന്തോ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ, വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാതെ കുറേ നടന്നതിന് ശേഷം തിരിച്ച് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെന്നപ്പോഴൊന്നും അവർ മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും ആ അബദ്ധം പറ്റി പിന്നെ ഇങ്ങനെയും പറഞ്ഞു വന്നു.
പിന്നെ ഒരിക്കലും നമ്മൾ ഈ വിട്ടുവീഴ്ച മനോഭാവം ഒന്നും ആരോടും കാണിക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ എവിടെയൊക്കെയോ ആളുകളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശരിയല്ലേ?